വിൻസി വളരെ ധൈര്യപൂർവ്വമാണ് ഈ കാര്യത്തിൽ പരാതി നൽകിയത്. അതിനാദ്യം തന്നെ ഞാനൊരു കൺഗ്രാറ്റുലേഷൻസ് നൽകുകയാണ്. പക്ഷെ വിൻസി പറയുന്നുണ്ടായിരുന്നു ഈ പേര് പുറത്തേക്ക് വരരുത് എന്ന് താൻ ആഗ്രഹിച്ചിരുന്നു എന്ന്. അതിലെ സിനിമയുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രവർത്തനങ്ങളെ പിന്നീട് അത് ബാധിക്കുമോ എന്നൊക്കെയുള്ളൊരു അത് തീർച്ചയായും ആ കൺസേൺ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ സംശയം ഇത്തരം കാര്യങ്ങളിലൊക്കെ എന്തിനാണ് നമ്മൾ ഈ പേര് മറച്ചു വെച്ചുകൊണ്ടൊക്കെ ഇനി പോകാൻ പാടില്ല എന്നുള്ളൊരു നിലപാട് ശക്തമായി സ്വീകരിക്കണ്ടേ വിൻസി? കാരണം നമ്മളിങ്ങനെ വളരെ മൃദുവായ നിലപാട് സ്വീകരിച്ചു പോകുന്നത് കൊണ്ട് ഇവർക്കെതിരെയൊന്നും ഒരു നടപടി ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് ശക്തമായി തന്നെ പേര് പുറത്തു വന്നാൽ പുറത്തു വരട്ടെ. ശരി, നമ്മൾ എന്തിനാണ് അതിലൊരു ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നത്? എന്തിനാണ് വിൻസി? ഇല്ല, എനിക്കെന്റെ ബുദ്ധിമുട്ട് അയാളെ ഓർത്തിട്ടല്ല, അല്ലെങ്കിൽ ഇറങ്ങാനിരിക്കുന്ന കുറെ സിനിമകളുണ്ട്, അതിനെ ബാധിക്കും എന്നുള്ളത് എനിക്ക് വ്യക്തമാണ്. ഇതിനു മുന്നേയും ഇതുപോലെ സാഹചര്യങ്ങൾ കൊണ്ട് ഒരാളുടെ ഇന്റർവ്യൂവിൽ അയാൾ അസഭ്യം പറഞ്ഞിട്ട് ആ സിനിമയ്ക്കുണ്ടായ പ്രശ്നങ്ങൾ, ഒരു സെയിൽ പോലും നടക്കാതെ, ഒരു OTT പോലും എടുക്കാതെ ഉള്ള പ്രശ്നങ്ങൾ എനിക്ക് വ്യക്തമായിട്ടറിയാം. അല്ലാതെ അയാളെ മുന്നിൽ കണ്ടുകൊണ്ടല്ല ഞാൻ ഈ നിലപാടെടുക്കുന്നത്, ഒന്നാമത്തത്. പിന്നെ ശരിയാണ്, എൻ്റെ ഒരു വ്യക്തിത്വം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഞാൻ കുറച്ച് കൾട്ടിവേറ്റ് ചെയ്യുന്ന എൻ്റെ കുറച്ച് ഐഡിയോളജീസ് ഉണ്ടാവുമല്ലോ, അതിൽ അയാൾക്കൊരു മാറ്റമുണ്ടെങ്കിൽ, അയാൾ നന്നാവാൻ തീരുമാനിച്ചാൽ അയാളെ വീണ്ടും പരിഗണിക്കണം എന്നുള്ള മൈൻഡ് സെറ്റിലുള്ള ഒരാൾ തന്നെയാണ് ഞാൻ. അതാണ് എൻ്റെ വേറൊരു വശം. പക്ഷേ ഇപ്പൊ പുറത്ത് പറയാൻ തയ്യാറാവാത്ത ഞാനായിട്ടോ, ഞാൻ എൻ്റെ പരാതിയിലും ഞാൻ വ്യക്തമാണ്, ഞാൻ അയാളുടെ പേരോ സിനിമയുടെ പേരോ പുറത്ത് പറയില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതെങ്ങനെ പുറത്തു വന്നു എന്നുള്ളത് എനിക്കിപ്പോഴും അറിയില്ല. പക്ഷേ അത് പുറത്ത് വന്നിട്ടുണ്ട്, അത് പറയില്ല. ഒരു കാര്യം വിൻസി, ഇപ്പൊ ഈ പേര് പുറത്തു വരികയും മാധ്യമങ്ങൾ ഇത് ഇത്ര വലിയ ചർച്ചയാക്കുകയും ചെയ്തതിന് ശേഷമല്ലേ നടക്കാൻ പോകുന്നത് എന്തോ എന്ന് വിൻസി അറിഞ്ഞിട്ടുണ്ടാകും. അമ്മ നോട്ടീസ് നൽകിയിട്ടുണ്ട്, വിശദീകരണം തേടുന്നു, ഒരു കമ്മിറ്റിയെ ഫോം ചെയ്തിരിക്കുന്നു. കൂടാതെ ഈ സൂത്രവാക്യം സിനിമയുടെ ഇന്റേണൽ കമ്മിറ്റിയും തുടർ നടപടിയിലേക്ക് പോവുകയാണ്. ഇത്തരം കാര്യങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതിന് ശേഷം തന്നെയാണ് ഇങ്ങനെ ഒരു നടപടിയിലേക്ക് ഈ സംഘടനകൾ പോകുന്നത് എന്നതിൽ എനിക്ക് വലിയ സംശയമൊന്നും തോന്നുന്നില്ല. അത് പുറത്തു വന്നത് നന്നായി എന്ന് മാത്രമേ ഞാൻ പറയുകയുള്ളൂ. വിൻസിക്ക് അതിനൊരു പക്ഷേ വ്യത്യസ്തമായ അഭിപ്രായമായിരിക്കാം ഉള്ളത്. ഈ നടപടിയിലേക്ക് പോകുന്നു എന്നുള്ളതിനെ എങ്ങനെയാണ് വിൻസി കാണുന്നത്? നടപടി വ്യക്തമായിട്ടും വേണം, വ്യക്തവും ശക്തമായിട്ടുള്ള നടപടി വേണം. കാരണം സിനിമാ സെറ്റിൽ ഇങ്ങനത്തെ ഉപയോഗിച്ചു വന്ന് മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കരുത്. അത് വളരെ വ്യക്തമായി ഉറച്ച നിലപാടിൽ ഞാൻ പറയുന്നു. അവരുടെ പേഴ്സണൽ ലൈഫ് ചെയ്യാനൊന്നും എനിക്ക് വയ്യ. പക്ഷെ സിനിമാ സെറ്റിൽ തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഇത് ശരിയല്ല. അത് എനിക്ക് മാത്രമല്ല, എൻ്റെ സഹപ്രവർത്തകയ്ക്കും വളരെ മോശമായിട്ടുള്ള ഒരു അനുഭവമാണ്. ആ കുട്ടി ലാസ്റ്റ് ഡേ ഭയങ്കര വിഷമിച്ചിട്ടാണ് പോയത്. ഞാൻ അയാളുടെ മുഖത്ത് നോക്കി 2 വർത്താനം പറഞ്ഞിട്ടാണ് അറ്റ്ലീസ്റ്റ് നിന്നിട്ടുള്ളത്. എങ്കിലും ചിലവർക്ക് റിയാക്ട് ചെയ്യാൻ, പുതുമുഖമായി വരുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ ഒരു ജൂനിയർ ആർട്ടിസ്റ്റിന് ഇത്രയും ഒരു വലിയൊരു നടന്റെ മുന്നിൽ, അല്ലെങ്കിൽ ഇത്രയും ഹോൾഡുള്ള നടന്റെ മുന്നിൽ നിങ്ങൾ മോശമാണ് ചെയ്തത് എന്ന് പറയാനുള്ളൊരു വോയിസ് ഉണ്ടാവാനുള്ള ധൈര്യം ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ എനിക്കറിയില്ല, പക്ഷെ ഉണ്ടായിട്ടില്ല. അപ്പം അതുകൊണ്ട് ഇനി അങ്ങനെ സംഭവിക്കരുത് എന്ന് ഉണ്ട്.